നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാണിക്കുന്നത് ഒരു കൊളോണിയൽ ഇംഗ്ലീഷ് സ്റ്റൈൽ വീടിൻ്റെ ഹോം ടൂർ വിശേഷങ്ങളാണ്. ലോകത്തെല്ലാ സ്ഥലങ്ങളിലും സഞ്ചരിക്കുന്ന ആളുകളാണ് നമ്മൾ മലയാളികൾ. പലതരത്തിലുള്ള കാഴ്ചകൾ കാണുന്നു, പലതരത്തിലുള്ള വീടുകളിൽ നമ്മൾ താമസിക്കുന്നു. അതിന് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വീടായിരിക്കും സ്വന്തം നാട്ടിൽ സ്വന്തം വീടായിട്ട് നമ്മൾ പണിയുക. അത്തരത്തിൽ കോഴിക്കോട് ജില്ലയിൽ വടകരയിൽ പണിതിരിക്കുന്ന ഒരു ഇംഗ്ലീഷ് കൊളോണിയൽ വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. കിഡിലനായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള വീടാണ്. കാലിക്കറ്റ് നിന്നുള്ള ആർക്കിടെക്ട്സ് ആണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. കാണാം ഈ വീഡിയോയിലൂടെ ഈ വീടിന്റെ എക്സ്റ്റീരിയർ ഇന്റീരിയർ കാഴ്ചകൾ. വീടുകളെ സ്നേഹിക്കുന്ന എല്ലാ മലയാളികൾക്കും മൈ ബെറ്റർ ഹോമിന്റെ പുതിയൊരു ഹോം ടൂർ വീഡിയോയിലേക്ക് സ്വാഗതം. മാസീവായിട്ടുള്ളൊരു ലാൻഡ്സ്കേപ്പ് ആണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. വലിയൊരു മുറ്റം നൽകിയിരിക്കുന്നു. ഒരു നിലയിലാണ് വീട് നിൽക്കുന്നത്. 4 ബെഡ്റൂമുകളുണ്ട്. വീട്ടിലെ അംഗങ്ങൾ തമ്മിലുള്ള നല്ല കമ്മ്യൂണിക്കേഷൻ സാധ്യമാവുന്ന രീതിയിലാണ് വീടിൻ്റെ പ്ലാനിങ് എല്ലാം ചെയ്തിരിക്കുന്നത്. എലിവേഷനിലേക്ക് വരുന്ന സമയത്ത് ഒരു കൊളോണിയൽ ഗേബിൾ റൂഫിംഗ് ആണ് എലിവേഷനിൽ നൽകിയിരിക്കുന്നത്. സെറാമിക് റൂഫ് ടൈലുകൾ ഓടുകളായിട്ട് നൽകിയിട്ടുണ്ട്. പ്ലാസ്റ്ററിംഗിൽ ഗ്രൂ വരുന്ന പ്ലാസ്റ്ററിംഗ് വർക്കുകൾ കാണാം. ഇംഗ്ലീഷ് വീടുകളിലൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന തരത്തിലുള്ള പ്ലാസ്റ്ററിംഗ് ആ ഒരു വർക്കുകളൊക്കെ ഈ വീട്ടിലും കാണാൻ സാധിക്കും. വീടിൻ്റെ കാർ പോർച്ച് ഏരിയ ആണ് ഫസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുക. ഇതേപോലെ ട്വിൻ പില്ലേഴ്സ് നൽകിയിട്ട് 4 പില്ലറുകൾ ഈ ഒരു കാർ പോർച്ചിന് വേണ്ടി നൽകിയിരിക്കുന്നത് കാണാൻ സാധിക്കും. കാർ പോർച്ചിന് ശേഷമാണ് സിറ്റ് ഔട്ടിലേക്കുള്ള ഒരു എൻട്രൻസ് വരുന്നത്. ഇതാണ് ഈ വീടിൻ്റെ സിറ്റ് ഔട്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സിറ്റ് ഔട്ടാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു സൈഡിൽ ഇതേപോലെ ഒരു സ്വിംഗ് ചെയർ ഊഞ്ഞാൽ നൽകിയിരിക്കുന്നു. ഗസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്നതിന് പകരം മസ്റ്റായിട്ടും ഇരിക്കാൻ പോകുന്നത് ഈ ഒരു സ്വിംഗ് ചെയറിലായിരിക്കും. ഇത്തരം ഹൈലൈറ്റഡ് ആയിട്ടുള്ള പോർഷൻസ് വീട്ടിൽ ഉണ്ടാവുന്നത് എന്തുകൊണ്ടും നല്ലതാണ് എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടുത്തെ വിൻഡോസ് എല്ലാം വൈറ്റ് വിൻഡോസ് ആണ് നൽകിയിരിക്കുന്നത്. വുഡൻ വിൻഡോസിൽ വൈറ്റ് പെയിൻറ് ഫിനിഷ് ചെയ്തിട്ടാണ് ഈ ഒരു വൈറ്റ് വിൻഡോസിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. ഒരു വലിയ ഡബിൾ ഡോർ ആണ് ഫ്രണ്ട് ഡോർ ആയിട്ട് നൽകിയിരിക്കുന്നത്. ഡിജിറ്റൽ ലോക്ക് ആണ് ഫ്രണ്ട് ഡോറിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്ലാസിക് ഡിസൈൻ ആണ് ഫ്രണ്ട് ഡോറിന് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്ത് 4 സോളിഡ് വുഡ് സീറ്റേഴ്സ് നൽകിയിട്ടുണ്ട്. 4 ചെയറുകൾ നൽകിയിരിക്കുന്നു. ഒരു സെൻറ്റർ ടേബിൾ സെൻറ്ററിൽ നൽകിയിട്ടുണ്ട്. ഒരുപാട് ഫേർണിച്ചർ വെറൈറ്റികൾ ഈ വീട്ടിൽ നിങ്ങൾക്ക് കാണിക്കാൻ എനിക്ക് സാധിക്കും. നമുക്ക് വീടിനകത്തേക്കൊന്ന് കയറാം. സിറ്റ് ഔട്ടിൽ നിന്നും നേരെ കയറി വരുന്നത് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഫോയർ സ്പേസിലേക്കാണ്. നല്ല ഭംഗിയിൽ ഒരു ക്ലാസിക് സ്റ്റൈലിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫോയർ സ്പേസ് ആണ് നമുക്ക് വീടിൻ്റെ ഫസ്റ്റിൽ തന്നെ കാണാൻ സാധിക്കുന്നത്. എൻ്റെ ഇടത് ഭാഗത്താണ് ഇവിടുത്തെ ഫോർമൽ ലിവിങ് സ്പേസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫോയർ സ്പേസിൻ്റെ വാളിലേക്ക് വരികയാണെങ്കിൽ ഇതേപോലെയുള്ള ക്ലാസിക് മോൾഡിങ്ങുകൾ വാൾ പാനലിംഗ് ആയിട്ട് നൽകിയിരിക്കുന്നത് കാണാം. നല്ല ഭംഗിയിൽ തന്നെ ഇത്തരത്തിലുള്ള മോൾഡിങ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനെ വെയിൻസ്കോട്ട് പാനലുകൾ എന്നാണ് വിളിക്കുന്നത്. ഇവിടെ ഒരു കൺസോൾ യൂണിറ്റ് നൽകിയിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു കൺസോൾ യൂണിറ്റ് ആണ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ആ ഒരു ഡോറിൻ്റെ ഡിസൈന് തന്നെ ഒരു മോഡേൺ ഫീല് കൊണ്ടുവരുന്ന രീതിയിലാണ് അത് ചെയ്തിട്ടുള്ളത്. ഐഡിയൽ ഹോമിൽ നിന്നാണ് ഈ ഒരു കൺസോൾ യൂണിറ്റ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിലെ ഫേർണിച്ചേഴ്സൊക്കെ പ്രത്യേകം എടുത്തു പറയേണ്ട തരത്തിലുള്ള ഗുണനിലവാരത്തിൽ ആ ഒരു സ്റ്റൈലിൽ ചെയ്തിരിക്കുന്ന സാധനങ്ങളാണ്. ഉദാഹരണത്തിന് നമുക്ക് ഈ ഒരു ഫോർമൽ ലിവിങ് സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിരിക്കുന്ന സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് നമ്മൾ ശ്രദ്ധിക്കാം. നല്ല രീതിയിൽ ഒരു 3 സൈഡിലും ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന, ഒരുപാട് ആളുകളെ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് നൽകിയിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു മോഡേൺ ഫിനിഷിൽ വരുന്ന സ്റ്റിച്ചിങ് വർക്കുകളോട് കൂടിയിട്ടുള്ള സോഫ സീറ്റേഴ്സാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഫോർമൽ ലിവിങ് സ്പേസിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു വാൾ മുഴുവനായിട്ട് മോൾഡിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. അതിനിടയിൽ വാൾ പിക്ചേഴ്സൊക്കെ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സീലിങ്ങിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഒരു ക്ലാസിക് സീലിംഗ് ആണ് ഈ ഒരു പോർഷനിൽ നൽകിയിട്ടുള്ളത്. അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഫാന് വരുന്ന ഭാഗത്ത് ഒരു ലാക്കോഡ് ഗ്ലാസ് ഫിനിഷാണ് നൽകിയിട്ടുള്ളത്. ആ ഒരു ഗ്ലാസ് ഫിനിഷിനകത്ത് നല്ല ഗ്ലോസി ആയിട്ട് നമ്മുടെ ഇൻറ്റീരിയറിൻ്റെ ഒരു റിഫ്ലക്ഷൻ കൂടെ കാണുന്ന സമയത്ത് ഒരു ലക്ഷറിയസ് ലുക്ക് ഈ ഒരു സ്പേസിന് ലഭിക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു ഭാഗത്ത് നൽകിയിരിക്കുന്നത് വുഡൻ ഫ്ലോറിംഗ് ആണ്. ഇൻ്റർലോക്ക് ചെയ്ത് നമ്മൾ വിരിക്കുന്ന തരത്തിലുള്ള വുഡൻ ഫ്ലോറിംഗ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു വീട് കാണുന്നതിന് മുമ്പ് തന്നെ അതാരാണ് ചെയ്തിട്ടുള്ളതെന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് അന്വേഷിക്കാറുണ്ട്. കോഴിക്കോട് നിന്നുള്ള ആർക്കിടെക്ട്സ് ആണ് ഈ വീടിൻ്റെ ഡിസൈൻ വർക്കുകൾ മുഴുവനായിട്ട് ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനും സൂപ്പർവിഷനും കംപ്ലീറ്റ് പ്രൊജക്റ്റ് മാനേജ്മെൻറ്റും ചെയ്തിരിക്കുന്നത് കാലിക്കറ്റുള്ള ഓറിക് ആർക്കി സ്റ്റുഡിയോ എന്ന് പറയുന്ന ആർക്കിടെക്ചറൽ സ്ഥാപനമാണ്. അതിൻ്റെ ഡയറക്ടേഴ്സ് ആയിട്ടുള്ള ആഷിഖും ഉനൈസുമാണ് ഈ ഒരു പ്രൊജക്റ്റിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ളത്. അതേപോലെ ഇവിടുത്തെ ഫേർണിച്ചേഴ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല ഫേർണിച്ചർ പ്രൊവൈഡേഴ്സിൽ ഒരാളായിട്ടുള്ള ഐഡിയൽ ഹോം ഫേർണിച്ചേഴ്സ് ആണ് ഇവിടുത്തെ ഫേർണിച്ചേഴ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കാണാം നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ. ഈ ഒരു പ്രൊജക്റ്റിലെ ഓരോ മുറികളും നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫോയർ സ്പേസ് ആണെങ്കിൽ തന്നെ അത്യാവശ്യം വലിപ്പം വരുന്നുണ്ട്.
വീട് മുഴുവനായിട്ടും ഒരു ഓപ്പൺ സ്റ്റൈലിൽ കിട്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നൽകിയിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഡൈനിങ് സ്പേസിലാണ്. ഫോയർ സ്പേസിൽ നിന്നും വലിയൊരു ഓപ്പണിംഗ് കൊടുത്തിട്ട് നമുക്ക് നേരെ ഡൈനിങ് സ്പേസിലേക്ക് വരാൻ സാധിക്കും. 10 പേർക്ക് ഒരേ സമയത്ത് ഇരിക്കാൻ പറ്റുന്ന ഒരു ഡൈനിങ് ടേബിൾ സെറ്റാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഈ ഒരു ഡൈനിങ് സ്പേസിൻ്റെ ഏറ്റവും ആകർഷകമായിട്ടുള്ള ഫോക്കൽ പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു ഡൈനിങ് ടേബിളാണ്. 3.2 മീറ്റർ ലെങ്ത് വരുന്ന ഡൈനിങ് ടേബിളാണ്. അത്യാവശ്യം നല്ല മാസീവ് ആയിട്ടുള്ള ഒരു സൈസിൽ വരുന്ന ഡൈനിങ് ടേബിൾ. 10 ആളുകൾക്ക് ഒരേ സമയത്ത് ഇരിക്കാം. വളരെ ക്യൂട്ടായിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റ് ആണ് ഈ ഒരു ഡൈനിങ് ടേബിളിനോട് ചേർന്ന് നൽകിയിരിക്കുന്നത്. ഈ ഒരു സ്പേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഭാഗത്ത് കേർട്ടൻസ് ആണ് ഫുള്ളായിട്ട് നൽകിയിട്ടുള്ളത്. അതും ഫുൾ ഹൈറ്റ് കേർട്ടൻസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. വാളിലൊക്കെ വാൾ മൗണ്ടിങ്സ് കാണാം, അതേപോലെ വാൾ പിക്ചേഴ്സ് കാണാം. ഈ ഒരു ഭാഗത്ത് സെപ്പറേറ്റ് ഒരു ഭാഗം അകത്തേക്ക് വരുന്നു. വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെയാണ്. 2 ബേസിന് വരുന്ന രീതിയിൽ ഒരു ഡ്യുവൽ വാഷ് ബേസിൻ സിസ്റ്റം ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഈ ഒരു വാളിൻ്റെ ഒരു ഡിസൈൻ തന്നെ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പിൻട്രസ്റ്റിലൊക്കെ നല്ല വൈബുള്ള ഡിസൈൻസ് കാണൂലേ, ആ ഒരു ഡിസൈൻ എക്സാക്ട്ലി ഇവിടെ സക്സസ്ഫുൾ ആയിട്ട് സാധ്യമാക്കിയിരിക്കുകയാണ് എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും. ഈ വീടിൻ്റെ ഫർണിച്ചേഴ്സ് ഒക്കെ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കളർ പാറ്റേൺ ആണ് ഇവിടുത്തെ ഫർണിച്ചേഴ്സിനൊക്കെ നൽകിയിട്ടുള്ളത്. അതിൽ പ്രത്യേകം നമ്മൾ ഹാറ്റ്സ് ഓഫ് കൊടുക്കേണ്ടത് 2 ആളുകൾക്കാണ്. ഒന്ന് ഇതിൻ്റെ ആർക്കിടെക്ട്സ്, അവരാണ് ഇതിൻ്റെ ഒരു ഡിസൈനും കളർ തീമും ഒക്കെ തീരുമാനിക്കുന്നത്. രണ്ടാമത്തത് ഇവിടെ ഫർണിച്ചർ ചെയ്ത് കൊടുത്ത ആളുകൾ. ഐഡിയൽ ഹോമാണ് ഇവിടുത്തെ ഫർണിച്ചറൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അവരുടെ ഒരു പെർഫെക്ഷനും മേക്കിംഗ് ഒക്കെ നല്ല ഹെവി ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇനിയും കിഡിലൻ ഐറ്റംസ് നമുക്ക് കാണാനുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫോയർ സ്പേസിൽ തന്നെയാണ്. വീടിൻ്റെ ഫ്ലോറിങ്ങിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല. ഈ വീട്ടിൽ നൽകിയിരിക്കുന്നത് ഇറ്റാലിയൻ മാർബിളാണ്. ഒരു ബ്രൗൺ ഫിനിഷിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഗ്ലോസി ഇറ്റാലിയൻ മാർബിളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഈ വീടിൻ്റെ ആ ഒരു കളർ തീമിനോട് ആ ഒരു ഇറ്റാലിയൻ മാർബിളിൻ്റെ തീം നല്ല രീതിയിൽ മാച്ച് ആവുന്നുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ വീടിൻ്റെ ഫാമിലി ലിവിങ് സ്പേസിലേക്കാണ്. ഫോർമൽ ലിവിങ് സ്പേസ് കഴിഞ്ഞാൽ ഈ ഒരു ഫാമിലി ടൈമിൽ നമ്മുടെ ഫാമിലി സ്പെൻഡ് ചെയ്യുന്ന സ്പേസ് ആണ് ഈ ഒരു ഫാമിലി ലിവിങ് സ്പേസ്. എൽ ഷേപ്പിൽ വരുന്ന ഒരു സോഫ സീറ്ററാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതേപോലെ നല്ല ഭംഗിയുള്ള ഒരു മോഡേൺ ആം ചെയർ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു. സെൻറ്ററിൽ ഒരു സെൻറ്റർ ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു TV യൂണിറ്റ് നൽകിയിട്ടുണ്ട്. വാളിൽ ഇതേപോലെ ഒരു ലൂവർ പാറ്റേൺ ആണ് നൽകിയിരിക്കുന്നത്. നല്ല രസത്തിൽ അത് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു സിമിലർ പാറ്റേൺ വരുന്ന രീതിയിൽ ഒരു TV യൂണിറ്റിൻ്റെ സ്റ്റോറേജ് കൺസോൾ യൂണിറ്റ് കൂടെ നൽകിയിട്ടുണ്ട്. കംപ്ലീറ്റ് ഫേർണിച്ചേഴ്സും ഐഡിയൽ ഹോമിൽ നിന്നാണ് ചെയ്തിരിക്കുന്നത്. സോഫയാണെങ്കിലും ഈ ഒരു കൺസോൾ യൂണിറ്റുകളാണെങ്കിലും ഒക്കെ. ബാക്കി നമ്മൾ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ കേർട്ടൻസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഡബിൾ ലെയർ ആയിട്ടാണ് കേർട്ടൻസ് നൽകിയിട്ടുള്ളത്. ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ സെൻറ്റർ കോർട്ട്യാർഡ് പോർഷനിലേക്ക് ആക്സസ് ഉണ്ട് കേട്ടോ. ഈ ഒരു സെൻറ്റർ കോർട്ട്യാർഡിൻ്റെ കാര്യം നമുക്ക് വിശദമായിട്ട് കാണാം. ഫാമിലി ലിവിങ്ങിൽ നിന്ന് ഇത് ആക്സസ് ചെയ്യാൻ സാധിക്കും. നേരെ നമ്മുടെ ഫോയർ സ്പേസിനകത്തു നിന്നും ഈ ഒരു കോർട്ട്യാർഡ് സ്പേസിലേക്ക് ഇവിടെ നമുക്കൊരു ഡോർ കൊടുത്തിട്ടുണ്ട്. സെൻറ്റർ കോർട്ട്യാർഡിലേക്ക് നമുക്ക് ആക്സസ് ചെയ്യാം. ഇനി കിച്ചണിലാണെങ്കിൽ കിച്ചണിൽ നിന്ന് നമുക്ക് കോർട്ട്യാർഡിലേക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. നമുക്ക് കോർട്ട്യാർഡ് സ്പേസ് ഒന്ന് കാണാം. ഇപ്പോൾ എല്ലാ വീട്ടിലും കോർട്ട്യാർഡ് ചെയ്യലുണ്ട്, പക്ഷേ ചെറിയ സ്ഥലമാണ് അതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. ഇവിടെ ചെയ്തിട്ടുള്ള സിസ്റ്റം നമുക്ക് ഒരു മാതൃകയാക്കി എടുക്കാവുന്നതാണ്. വീടിൻ്റെ ആ ഒരു സൈഡിലുള്ള അല്ലെങ്കിൽ ബാക്ക് ഭാഗം എന്ന് പറയാം, ആ ഒരു വലിയൊരു പോർഷൻ കോർട്ട്യാർഡിന് വേണ്ടി കൊടുത്തിരിക്കുകയാണ്. ഫ്ലോറിൽ ഇതേപോലെ നമ്മൾ കാർ പോർച്ചിലൊക്കെ കൊടുക്കുന്ന ടൈലുകളിൽ അത്തരത്തിലുള്ള ടൈലുകളാണ് നൽകിയിട്ടുള്ളത്. സാധാരണ നമ്മൾ വീടിൻ്റെ പുറകു വശങ്ങളൊക്കെ രാത്രി ആയാലും നമ്മൾ അങ്ങോട്ട് പോകാറില്ല അല്ലേ, കാരണം നമുക്ക് പേടിയാണ് പുറത്തുനിന്ന് ആരെങ്കിലുമൊക്കെ കയറുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ജന്തുക്കളൊക്കെ ഓടി വരുമോ എന്നുള്ളത്. പക്ഷേ ഇവിടെ ഇതേപോലെ വലിയൊരു വാള് കൊടുത്തിട്ട് ഒരു ഡോറ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ പുറകു വശത്താണ് ശരിക്കും ഇവരുടെ പറമ്പെന്ന് പറയുന്ന ഭാഗമുള്ളത്. ബാക്കി ഇതൊക്കെ വീടിനകം തന്നെയാണെന്ന് നമുക്ക് പറയാം, പക്ഷേ ഇതൊന്നും സ്ക്വയർ ഫീറ്റിൽ വരാത്ത ഏരിയാസാണ്. ഇതൊക്കെ നമുക്കൊരു സെൻറ്റർ കോർട്ട്യാർഡായിട്ട് യൂസ് ചെയ്യാം. നമ്മുടെ ഒരു ഫാമിലി ഫംഗ്ഷൻ വരികയാണെങ്കിൽ ഇവിടെ വെച്ച് നമുക്ക് നടത്താൻ സാധിക്കും. ഇതേപോലെ നമുക്ക് വേണമെങ്കിൽ ഒരു പാറ്റിയോ സ്പേസ് ഇവിടെ സെറ്റ് ചെയ്യാം. അതിൽ ഔട്ട്ഡോർ ഫേർണിച്ചേഴ്സ് ഒക്കെ കൊടുക്കാം. വാളിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ആംബിയൻസിൽ നമുക്ക് സെറ്റ് ചെയ്യാം. നാച്ചുറൽ ഗാർഡൻ വേണ്ട ആളുകൾക്ക് ഇതേപോലെ നാച്ചുറൽ ഗാർഡൻ സെറ്റ് ചെയ്യാം. ഇനി ഇവിടെ ഒരു വെർട്ടിക്കൽ ഗാർഡൻ വേണമെങ്കിൽ അത് സെറ്റ് ചെയ്യാം. ഓപ്പൺ സ്പേസ് ആയതുകൊണ്ട് നല്ല കാറ്റ്, മഴ പെയ്യും, നല്ല വെളിച്ചം വരും. നല്ലൊരു സ്പേസ്, നല്ലൊരു ആംബിയൻസ് ഉള്ള സ്പേസ്, വീടിനകത്തേക്ക് നമുക്ക് സെറ്റ് ചെയ്യാവുന്ന സേഫ്റ്റി ഉള്ള സ്പേസ് ആയിട്ട് നമുക്കിതിനെ മാറ്റിയെടുക്കാനും സാധിക്കും. നല്ലൊരു കൺസെപ്റ്റാണ്. വീടിൻ്റെ ഫോയർ സ്പേസിൽ നിന്നും ലിവിങ് സ്പേസിൽ നിന്നും ഈ ഭാഗത്തുള്ള കിച്ചൺ സ്പേസിൽ നിന്നൊക്കെ ഒരേപോലെ ആക്സസ് കിട്ടുന്ന ഒരു സ്പേസ് കൂടെയാണ് ഈ വീടിൻ്റെ കോർട്ട്യാർഡ് ഏരിയ. ഈ ഒരു ഭാഗത്ത് ഒരു ഡെക്ക് സ്പേസ് ആണ് നൽകിയിരിക്കുന്നത്. അതിൽ സോളിഡ് വുഡ്സ് ആണ് ഡെക്കായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ കാണാനുള്ളത് ബെഡ്റൂമുകളാണ്. ഈ ഒരു വാളിന് പുറകിലൊരു വലിയ പാസേജ് ഉണ്ട്. പാസേജിന് ചുറ്റുമായിട്ടാണ് ബെഡ്റൂമുകൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഒരു യുണീക്ക് ആയിട്ടുള്ളൊരു പ്ലാനിങ് ആണ് ഈ വീടിന് നൽകിയിരിക്കുന്നുള്ള കാര്യം തുടക്കത്തിലേ ഞാൻ പറഞ്ഞു. ബെഡ്റൂമുകൾ കാണുന്നതിന് മുമ്പ് നമുക്ക് കിച്ചൺ ഒന്ന് കണ്ടിട്ട് വരാം.
കിച്ചൺ ഈ ഒരു ഭാഗത്താണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിന് ഇതേപോലെ ഒരു പാസേജ് നൽകിയിട്ടുണ്ട്. എവിടെയും കൺജഷൻ ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഡൈനിങ് സ്പേസ് ആണ്. ഇവിടെ വലിയൊരു ഓപ്പണിംഗ് നൽകിയിരിക്കുകയാണ്. ഡൈനിങ് സ്പേസിൽ നിന്ന് നമുക്ക് ഫുഡ് സെർവ് ചെയ്യുന്ന ആ ഒരു പാസേജ് സ്പേസ് ആയിട്ടുള്ള കിച്ചണിലേക്ക് ഇതേപോലെ ഡയറക്റ്റ് ആയിട്ട് കടക്കാൻ സാധിക്കും. ഈ ഭാഗത്തൊരു ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കിച്ചൺ കണ്ടതിന് ശേഷം ബെഡ്റൂമുകളിലേക്കൊക്കെ വരാം. കിച്ചണിലേക്ക് വരികയാണെങ്കിൽ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഫോർമൽ കിച്ചണാണ് നമുക്ക് ആദ്യം കാണാൻ സാധിക്കുക. ഒരു ഇംഗ്ലീഷ് കൊളോണിയൽ ടൈപ്പിലാണ് ഈ ഒരു കിച്ചൺ ചെയ്തിരിക്കുന്നത്. ഇതേപോലെ ഒരു ക്ലാസിക് ഷട്ടറിംഗ് ആണ് കിച്ചണൊക്കെ നൽകിയിട്ടുള്ളത്. PU പെയിന്റ് ചെയ്തിട്ടാണ് ഈ ഒരു കിച്ചൻ്റെ ഷട്ടർ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പ് ഒരു വൈറ്റ് ഫിനിഷ് ആണ് ചെയ്തിട്ടുള്ളത്. ഒരു ഇംഗ്ലീഷ് സ്റ്റൈലിൽ വരുന്ന അപ്പർ ക്യാബിനറ്റ് യൂണിറ്റ്സ് ആണ് എല്ലാ ഭാഗത്തും നൽകിയിട്ടുള്ളത്. ആ ഒരു കളർ തീം നല്ല രസമുണ്ട് അല്ലേ? വൈറ്റിൻ്റെ കൂടെ വരുന്ന സമയത്ത് നല്ലൊരു കോമ്പിനേഷൻ കളർ ലഭിക്കുന്നുമുണ്ട്. ഇവിടെ ഇതേപോലെ ഒരു ഐലൻഡ് ടേബിൾ നൽകിയിരിക്കുന്നു. ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ പോലെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ സെപ്പറേറ്റ് ഒരു എക്സ്ട്രാ ടേബിൾ കൂടെ നൽകിയിട്ടുണ്ട്. വീട്ടിൽ ആളുകൾ മാത്രമുള്ള സമയത്ത് അധികവും കിച്ചണിൽ നിന്ന് തന്നെയാണ് ഭക്ഷണം കഴിക്കുക. കുട്ടികൾ രാവിലെ സ്കൂളിലേക്ക് പോകുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ ഈ വീടിൻ്റെ ഹൗസ് ഓണർ ജോലിക്ക് പോകുന്ന സമയത്താണെങ്കിലും ഒക്കെ ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. ഒരു ഓപ്പൺ സ്പേസ് ഇവിടെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കിച്ചൺ ക്ലോസ്ഡ് ആണെന്നുള്ള ഫീൽ നമുക്ക് വരില്ല. ഇനി നമുക്ക് ക്ലോസ് ചെയ്യണം തോന്നുകയാണെങ്കിൽ കേർട്ടൻ നമുക്ക് ഇതേപോലെ ഡൗൺ ചെയ്ത് വെക്കാനും സാധിക്കും. ഇനി നമുക്ക് ഈ വീട്ടിലെ ബെഡ്റൂമുകളൊക്കെ ഒന്ന് കണ്ടാലോ. ആദ്യത്തെ ബെഡ്റൂം, മാസ്റ്റർ ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഭാഗത്താണ്. ഡൈനിങ്ങിൻ്റെയും കിച്ചൻ്റെ ഇടയിൽ വരുന്ന ആ ഒരു പാസേജിൽ നിന്നാണ് ബെഡ്റൂമിലേക്ക് നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുക. അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ബെഡ്റൂമുകളാണ് ഈ വീട്ടിലെ ഓരോ ബെഡ്റൂമുകളും. ഒറ്റ നിലയിൽ 4 ബെഡ്റൂമുകളാണ് ഈ വീട്ടിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ബെഡ്റൂമാണ് നമ്മൾ കാണുന്നത്. ബെഡ്റൂമിലേക്ക് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലൊരു സിറ്റിംഗ് ഏരിയ ആണ് ഫസ്റ്റ് നൽകിയിട്ടുള്ളത്. നമുക്കിവിടെ ബെഡോ കാര്യങ്ങളോ ഒന്നും കാണാൻ പറ്റില്ല. ഒരു പാർട്ടീഷൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നും നമുക്ക് ബെഡിൻ്റെ സ്പേസിലേക്ക് സെപ്പറേറ്റ് ഒരു ആക്സസ് ഇവിടെ നൽകിയിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മുടെ ബെഡ് സ്പേസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സ്ലീപ്പിംഗ് സോൺ എന്ന് പറയുന്നത്. കിങ് സൈസിൽ വരുന്ന ഫുള്ളി അപ്പോൾസ്ട്രി വർക്ക് ചെയ്തിട്ടുള്ള ഒരു മോഡേൺ കോട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. വാളിൻ്റെ ഡിസൈനിലേക്ക് നോക്കുക, ഒരു ഫ്ലൂട്ടഡ് പാറ്റേൺ ആണ് വാളിൽ നൽകിയിരിക്കുന്നത്. 2 ഭാഗത്തും ലൂവേഴ്സ് സെറ്റ് ചെയ്തിരിക്കുന്നു. ഈ ഭാഗത്ത് ഫുൾ ലെങ്ത് കർട്ടൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ബേ വിൻഡോ നൽകിയിട്ടുണ്ട്. നല്ലൊരു ആക്സെന്റ് പിങ്ക് കളറിലാണ് ഈ ഒരു ബേ വിൻഡോൻ്റെ ഫാബ്രിക്സ് ഒക്കെ നൽകിയിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ടല്ലേ ഈ ഒരു സിസ്റ്റം സെറ്റ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബ് ഏരിയ ചെയ്തിരിക്കുന്നതും അടിപൊളിയായിട്ടാണ്. ഈ വീട്ടിലെ വാർഡ്രോബ് കൺസെപ്റ്റുകളും ബാത്റൂം കൺസെപ്റ്റുകളൊക്കെ നമ്മൾ കാണുന്നത് തന്നെയാണ്. ഇതാണ് ഇവിടുത്തെ വാർഡ്രോബ് ഏരിയ. ബെഡ്റൂമിൽ നിന്ന് മാറി സെപ്പറേറ്റ് ഒരു സ്പേസ് വാർഡ്രോബിന് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൽ ഇതേ തന്നെ ഫാബ്രിക് മൈക്ക, അതായത് ഫാബ്രിക് ലാമിനേറ്റ് എന്ന് പറയുന്ന തരത്തിലുള്ള മൈക്കയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു സർഫസ് കണ്ടു കഴിഞ്ഞാൽ ഒരു ഫാബ്രിക്കിൻ്റെ ഫീല് നമുക്ക് ലഭിക്കും. ഹാൻഡിൽസ് ഒക്കെ ആ ഒരു ക്ലാസിക് ടൈപ്പ് ഹാൻഡിൽസ് നൽകിയിരിക്കുന്നു. ഇവിടെയാണ് മിറർ യൂണിറ്റ് വരുന്നത്. ഒരു ഷെൽഫ് ഇവിടെ നൽകിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഷെൽഫാണ്. ടോയ്ലറ്റിൻ്റെ ഡിസൈനിലേക്ക് വരാം. വിട്രിഫൈഡ് ടൈലാണ് ടോയ്ലറ്റിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ ഒരു ഗ്രേ ഫിനിഷ് വാളിൽ കൊടുത്തിരിക്കുന്നു. നല്ല ഭംഗിയുള്ളൊരു വാഷ് ബേസിൻ യൂണിറ്റ് വാനിറ്റി കൗണ്ടറായിട്ട് ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. ബാക്കിയുള്ള ബെഡ്റൂമുകളൊക്കെ ഈ ഫാമിലി ലിവിങ്ങിൻ്റെ അടുത്തായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അടുത്തടുത്താണ് മറ്റ് ബെഡ്റൂമുകളൊക്കെ ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ബെഡ്റൂം ഈ ഭാഗത്താണ്. ഈ ഒരു പാസേജിൻ്റെ ഒരു ഭംഗി നോക്കിയ വാൾ മുഴുവനായിട്ട് മോൾഡിങ് ചെയ്തിരിക്കുകയാണ്. വാൾ ഫ്രെയിം, അതായത് ഡോർ ഫ്രെയിംസ് ഒക്കെ വൈറ്റ് കളറിലാണ് ചെയ്തിട്ടുള്ളത്. നേരെ നമ്മൾ ബെഡ്റൂമിനകത്തേക്ക് വരികയാണെങ്കിൽ ഫ്ലോറിംഗ് ഒരു വുഡൻ ആംബിയൻസ് ആണ് നൽകിയിരിക്കുന്നത്. നേരെ ബെഡ്റൂമിലേക്ക് കയറുമ്പം ബെഡ് നമുക്ക് കാണാൻ പറ്റില്ല. പകരം ഇവിടെ ഒരു പാർട്ടീഷൻ നൽകിയിരിക്കുന്നു. ഇവിടെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ് നൽകിയിട്ടുള്ളത്. ഒരു ക്ലാസിക് ടൈപ്പ് സോഫയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അതൊരു വൈറ്റ് ഫിനിഷിൽ ചെയ്തിട്ടുണ്ട്. മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? നല്ല കളർ, പ്യുവർ വൈറ്റ് കളറിൽ ചെയ്തിരിക്കുന്ന ഒരു സോഫയാണുള്ളത്. വൈറ്റ് കൗണ്ടർ ടോപ്പിൽ ചെയ്തിരിക്കുന്ന ഒരു ക്ലാസിക് ടൈപ്പ് സെൻറ്റർ ടേബിളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിലാണ് ബെഡ്റൂം നമുക്ക് കാണാൻ സാധിക്കും. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. ഒരു 7 മീറ്ററോളം ലെങ്ത് വരുന്നുണ്ട്, 4 മീറ്ററോളം വിഡ്ത്ത് വരുന്നുണ്ട്. അതിൽ കിങ് സൈസിൽ വരുന്ന ഒരു കോട്ടാണ് നൽകിയിരിക്കുന്നത്. ആ കോട്ടിൻ്റെ ഡിസൈനൊക്കെ ആ ഒരു ക്ലാസിക് തീം മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സൈഡ് ടേബിളിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു ക്ലാസിക് ടച്ച് ഉണ്ട്, എന്നാൽ ഒരു മോഡേൺ ഫീല് കൊണ്ടുവന്നിട്ടുള്ള തരത്തിലാണ് ഇതിൻ്റെ ആ ഒരു സൈഡ് ടേബിൾ എല്ലാം ചെയ്തിട്ടുള്ളത്. കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഐഡിയൽ ഹോം എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ടാണ്. ഈ റൂമിലെ 2 സൈഡ് ടേബിൾ ആണെങ്കിലും കോട്ടാണെങ്കിലും ഒക്കെ ചെയ്തിരിക്കുന്നത്. വാൾ പിക്ചേഴ്സ് നൽകിയിട്ടുണ്ട്. വെയിൻസ്കോട്ട് പാനലിംഗ് നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഒരു ബേ വിൻഡോയും നൽകിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ വീട്ടിലും ഒരു ട്രെൻഡിങ് ആയിട്ട് മാറിയിട്ടുണ്ട് അല്ലേ? ബേ വിൻഡോസ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള, ആളുകൾക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു കൺസെപ്റ്റാണ് ഈ ഒരു ബേ വിൻഡോ എന്ന് പറയുന്നത്. ഒരു ഫ്ലോറൽ പാറ്റേണിൽ വരുന്ന ഫാബ്രിക് ഉപയോഗിച്ച് ഇതേപോലെ ഒരു ചെയർ നൽകിയിരിക്കുന്നു. അതിൻ്റെ ഒരു സെൻറ്റർ ടേബിളും നൽകിയിട്ടുണ്ട്. ചെയർ കുറച്ചുകൂടെ മാറ്റിയിട്ട് കഴിഞ്ഞാൽ
കറക്റ്റ് അതിൻ്റെ പൊസിഷനിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. വാർഡ്രോബ് കാണണ്ടേ, അത് സെപ്പറേറ്റ് ഒരു സ്പേസിലേക്കാണ് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ ഇവിടെ ഡോറൊന്നും കൊടുത്തിട്ടില്ല, ഒരു ഓപ്പൺ നൽകിയിരിക്കുന്നു. ഇതിനകത്താണ് വാർഡ്രോബുകൾ ചെയ്തിരിക്കുന്നത്. വാർഡ്രോബ് മുഴുവൻ PU ചെയ്തിട്ടാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. നല്ല PU ഫിനിഷ് അതിനകത്ത് നൽകിയിരിക്കുന്ന ഒരു ഓഫ് വൈറ്റ് ടച്ച് ആണ് ഇതിൻ്റെ ഒരു പെയിന്റ് ഫിനിഷ് ആയിട്ട് നൽകിയിരിക്കുന്നത്. ഇതാണ് മിറർ യൂണിറ്റ്. നല്ല രസമുള്ളൊരു മിറർ യൂണിറ്റ് ആണ്. വളരെ തിന്നായിട്ടുള്ള ഷെൽഫ് ഇവിടെ നൽകിയിരിക്കുന്നു. വലിയൊരു മിററും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡിലാണ് ബാത്റൂം നൽകിയിട്ടുള്ളത്. ഇതിന്റെ ഹാൻഡിലൊക്കെ നോക്കൂ, ആ ഒരു ക്ലാസിക് ടൈപ്പ് ഹാൻഡിൽ തന്നെ ഇതിന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഈ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഇതിന്റെ ആർക്കിടെക്ട്സ് കളക്ട് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ബാത്റൂമിന്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം. ശരിക്കും സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് ഇത്രയും വലിയൊരു ബാത്റൂം ആവശ്യമാണ് അല്ലേ. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയ ഒക്കെ സെപ്പറേറ്റ് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. നല്ല സ്പേഷ്യസ് ആയിട്ട് ചെയ്യാം. ഫുൾ ഹൈറ്റിൽ ടൈൽ ചെയ്തിട്ടുണ്ട്. ഗ്ലോസി ബ്രൗൺ ടൈപ്പ് ടൈലാണ് ചെയ്തിരിക്കുന്നത്. അത് റൂഫ് വരെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വാൾ ഹാങ് ആയിട്ടുള്ള ഒരു ക്ലോസറ്റ് നൽകിയിരിക്കുന്നു. നല്ല രസമുള്ളൊരു ബാത്റൂം ഡിസൈൻസ് ആണ് നൽകിയിട്ടുള്ളത്. അടുത്ത ബെഡ്റൂം കാണുന്നതിന് മുമ്പ് അതിനിടയിൽ ഒരു നിസ്കാരമുറി, പ്രയർ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കതൊന്ന് കാണാം. ഇവിടെയാണ് പ്രയർ ഏരിയ നൽകിയിട്ടുള്ളത്. ഒരു അബ്ലൂഷൻ സ്പേസ് ഇവിടെ നൽകിയിട്ടുണ്ട്. വുളു എടുക്കാനുള്ള സൗകര്യങ്ങളാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നിസ്കാരമുറി. ഇങ്ങോട്ടാണ് കിബിലയുടെ ഡയറക്ഷൻ. ആ ഒരു വാള് നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നു. വാളിൽ ഇതേപോലെ ഇൻബിൽഡ് ആയിട്ടുള്ള കോവ് ലൈറ്റിംഗ് നൽകിയിരിക്കുന്നു. നല്ലൊരു ലാമിനേറ്റ് ആണ് വാളിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം. ഇവിടേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. ബെഡ്റൂമിൻ്റെ സൈസ് പറയുകയാണെങ്കിൽ 6 മീറ്റർ ആണ് ലെങ്ത് വരുന്നത്. 4.5 മീറ്റർ വിഡ്ത്തും വരുന്ന രീതിയിലാണ് ആ ഒരു ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. കിങ് സൈസിൽ വരുന്ന ഒരു കോട്ട് ഇവിടെ നൽകിയിരിക്കുന്നു. വാളിലൊരു വാൾ പിക്ചർ. മോൾഡിങ് പിന്നെ പറയേണ്ട, എല്ലാ റൂമിലും എല്ലാ വാളിലും മോൾഡിങ് ചെയ്തിട്ടുണ്ട്. കർട്ടൻ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 2 ഭംഗിയുള്ള മോഡേൺ ആം ചെയേഴ്സ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. സോഫ കൊടുക്കുന്നതിന് പകരം 2 ഭംഗിയുള്ള ആം ചെയേഴ്സ് കൊടുത്തു. ആക്സെൻറ്റ് ഫേർണിച്ചർ എന്നാണ് ഇതിനെ പറയുക. മറ്റുള്ള ഫേർണിച്ചറിനെയൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു കളർ എഫക്റ്റ് ആയിരിക്കും ഇതിന് വരിക. കുറച്ചുകൂടെയും സാച്ചുറേറ്റഡ് ആയിട്ടുള്ള, കുറച്ചുകൂടെയും ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സാണ് ഇത്തരത്തിലുള്ള ഫേർണിച്ചേഴ്സിന് ചെറിയ ചെറിയ പീസുകൾക്ക് നൽകുക. ഇവിടെയാണ് അതിൻ്റെ വാർഡ്രോബ് ഏരിയ നൽകിയിട്ടുള്ളത്. നല്ല രസമുള്ളൊരു പ്ലാനിങ് ആണ്. ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ വാർഡ്രോബിന് മാത്രം സെപ്പറേറ്റ് ഒരു ഏരിയ നൽകിയിരിക്കുന്നു. ഇവിടെയാണ് മിറർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നു. നമുക്കൊന്ന് കാണാം. എല്ലാ ടോയ്ലറ്റുകളും നല്ല സ്പേഷ്യസ് ആയിട്ടോ, ഇടുങ്ങിയ രീതിയിലുള്ള ടോയ്ലറ്റുകൾ ഒന്നും തന്നെ ഈ വീട്ടിലില്ല. എല്ലാം നല്ല ഭംഗിയിൽ ടൈല് ചെയ്തിരിക്കുന്നു. റൂഫ് ഹൈറ്റ് വരെ ടൈല് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. വാളിൻ്റെ ടൈല് റൂഫ് വരെ ടച്ച് ചെയ്തിട്ടുണ്ട്. അത് നല്ല രസത്തിൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നാലാമത്തെ ബെഡ്റൂം ഈ ഭാഗത്താണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ കോർട്ട്യാർഡ് സ്പേസിലേക്ക് ഇറങ്ങാൻ ഇവിടെ ഒരു പാസേജ് സ്പേസ് എന്നൊരു എൻട്രൻസ് ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. ബെഡ്റൂമിൻ്റെ ഡിസൈനിലേക്ക് വരാം. സ്പേഷ്യസ് ആയിട്ടുള്ള മറ്റൊരു ബെഡ്റൂമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക. 4.5 മീറ്റർ വീതി, 6.5 മീറ്റർ നീളവും വരുന്ന രീതിയിൽ തന്നെ വലിയൊരു ബെഡ്റൂമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കിങ് സൈസിൽ വരുന്ന ഒരു കോട്ട് ചെയ്തിട്ടുണ്ട്. വാളിൽ വാൾ മോൾഡിങ്സ് ആണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് മിറർ കൊണ്ടൊരു ഡെക്കറേഷൻ പാനലിങ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ലൈറ്റ്സ് ആണ് ഈ വീട്ടിൽ നൽകിയിരിക്കുന്നത്. ബെല്ലാക്കാസ് എന്ന് പറയുന്ന ബ്രാൻഡിൽ വരുന്ന ലൈറ്റ്സുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് മുഴുവനും. നമുക്ക് ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ വലിയ വിൻഡോ നൽകിയിരിക്കുന്നു. അതിൻ്റെ കേർട്ടൻസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വാളിലേക്ക് വരുമ്പോൾ നല്ല ഭംഗിയുള്ള വാൽ പാനലിങ് ചെയ്തിരിക്കുന്നു. ഇവിടെ ഒരു ലൂവർ ടൈപ്പ്, ഒരു ഫ്ലൂട്ടഡ് ടൈപ്പാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അതോട് ചേർന്ന് തന്നെ ആ ഒരു മോൾഡിങ് വരുന്ന സമയത്ത് നല്ലൊരു മോഡേൺ ഫീൽ, ശരിക്കും നിയോ ക്ലാസിക്കൽ സ്റ്റൈലിലാണ് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള മോൾഡിങ്സുകൾ വരിക. അതിൻ്റെ കൂടെ ഈ ഒരു എലമെൻ്റ് കൂടെ വരുന്ന സമയത്ത് പ്രത്യേക ഒരു ഭംഗി ഈ ഒരു സ്പേസിന് നൽകാൻ സാധിച്ചിട്ടുണ്ട്. 2 ആക്സെൻറ്റ് ചെയേഴ്സ് ഇവിടെ നൽകിയിരിക്കുന്നു. അതിന് കുറച്ച് വൈബ്രൻ്റ് ആയിട്ടുള്ള കളറാണ് നൽകിയിട്ടുള്ളത്. ഇവിടെയാണ് വാർഡ്രോബ് സ്പേസ് നൽകിയിരിക്കുന്നത്. ഇങ്ങനെ ഒരു എൽ ഷേപ്പിലാണ് വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓപ്പോസിറ്റ് സൈഡിലും മിറർ, അതേപോലെ ഒരു ഷെൽഫ് നൽകിയിരിക്കുന്നു. നല്ല രസമുള്ള ഷെൽഫാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. കംപ്ലീറ്റ് ഐഡിയൽ ഡെക്കോറിൻ്റെ ഫേർണിച്ചർ പീസസ് ആണ് വാൾ ഡെക്കോറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ബാത്റൂം ഇവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ഗ്രേ ടോണിലാണ് ഈ ഒരു ബാത്റൂം ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ്. ഫുൾ ഹൈറ്റിൽ ടൈല് ചെയ്തിരിക്കുന്നു. ഗ്രേ ഫിനിഷ് കൊണ്ട് ബാത്റൂം ചെയ്യുമ്പോൾ ഈ ഒരു ആംബിയൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. സോ നമുക്ക് ഈ വീട്ടിൽ താമസിക്കുന്ന ആളുകളുടെ ഒരു എക്സ്പീരിയൻസ് കൂടെ ചോദിച്ച് മനസ്സിലാക്കാം. എൻ്റെ കൂടെയുള്ളത് ഡോക്ടർ അഫ്രൂസ് സാറാണ് ഈ വീടിൻ്റെ ഹൗസ് ഓണർ. സാർ നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഈ വീട് കണ്ടു, ഒരു പ്രത്യേക സ്റ്റൈലിൽ ചെയ്തിരിക്കുന്ന ഒരു ക്ലാസിക് കൊളോണിയൽ ടച്ച് വരുന്നൊരു ഇൻറ്റീരിയറാണ് ഈ വീടിന് ചെയ്തിരിക്കുന്നത്. യെസ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഹൗസ് ഓണർ എന്നുള്ള രീതിയിൽ സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഫീഡ്ബാക്ക് എടുക്കുന്നത്. ആർക്കിടെക്ട്സും ക്ലയൻറ്റും തമ്മിലുള്ള റിലേഷൻ കറക്റ്റായിട്ട് വന്നാൽ മാത്രമേ ഇങ്ങനൊരു സംഭവം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഈ ഒരു പ്രൊജക്റ്റിൽ കറക്റ്റ് വന്നിരുന്നു എന്നുള്ളൊരു എക്സ്പീരിയൻസ് ആണെന്ന് പറയുമോ? തീർച്ചയായും അത് പെർഫെക്റ്റായി വന്നു എന്നുള്ളതാണ്. കാരണം നമ്മൾ ഈ ഒരു പ്രൊജക്റ്റ് നമ്മൾ ആർടെക്സിനെ ഏൽപ്പിക്കുന്ന സമയത്ത്
നമുക്ക് 2-3 ഡിമാൻഡ്സ് ഉണ്ടായിരുന്നു, എല്ലാ ക്ലയൻസിനും ഉള്ള പോലെ തന്നെ. അപ്പോൾ അതിൽ എൻ്റെ വൈഫിൻ്റെ ഒരു ഡ്രീമായിരുന്നു കൊളോണിയൽ സ്റ്റൈലിലുള്ള തന്നെ വേണമെന്നുള്ളത്. പക്ഷേ ഇറ്റ് ഷുഡ് ബി എ ഡിഫറെൻറ്റ് വൺ. അതായത് ആ ഒരു പ്രൊജക്റ്റ് മറ്റൊരിടത്തും കാണാൻ പാടില്ല എന്നുള്ളതാണ്. സെക്കൻഡ് തിങ്, സ്പേഷ്യസ് ആയിരിക്കണം. എല്ലാവരുടെയും വെൻറ്റിലേഷൻ ഉണ്ടായിരിക്കണം, എല്ലാവരുടെയും സ്പേഷ്യസ് ആയിരിക്കണം. പിന്നെ അതിനേക്കാൾ ഇമ്പോർട്ടൻറ്റ്, നമ്മൾ ഏത് റൂമിൽ നിന്നാണെങ്കിലും നമുക്ക് മറ്റൊരു റൂം ലൈക്ക് ഒരു ഹാളിൽ നിന്ന് മറ്റ് റൂമുകളിലേക്ക് എല്ലായിടത്തേക്കും നമുക്ക് കാണാൻ പറ്റണം. അറ്റ് ദ സെയിം ടൈം പ്രൈവസി ഉണ്ടാവും വേണം. അപ്പോൾ ഇങ്ങനെ കുറേ റിക്വയർമെൻറ്റ്സ് ആയിരുന്നു നമ്മൾ ആർക്കിടെക്ട്സിനോട് സംസാരിച്ചിരുന്നത്. അവർ എല്ലാത്തിനും വില്ലിങ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് കണ്ടപ്പം തന്നെ നമ്മളുടെ വൈഫും നമ്മളെ ഫസ്റ്റ് മീറ്റിങ്ങിൽ തന്നെ നമുക്ക് മനസ്സിലായി, എൻ്റെ വൈഫാണ് മെയിൻലി, എനിക്ക് ഇതിൽ വലിയ റോളില്ല. പക്ഷേ വൈഫിൻ്റെ ആ വേവ് ലെങ്ത്തുമായിട്ട് അവരുടെ ഒരു കാഴ്ചപ്പാടുമായിട്ട് എന്തെങ്കിലും നമ്മൾ ആർക്കിടെക്റ്റ് മാച്ച് ആകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളോട് പറഞ്ഞത് നമ്മൾ മറ്റെവിടെയും പോയി കാണേണ്ട ആവശ്യമില്ല, ലൈക്ക് നമ്മളൊരു ഡ്രോയിങ് തരാം. ഞാൻ തമാശയിലൂടെ പറഞ്ഞതാണ്, ഞാൻ ഉദ്ദേശിക്കുന്ന രൂപത്തിലാവുന്നവരെ നിങ്ങൾ മാറ്റിക്കൊണ്ടേയിരിക്കും. അതിനും അവർ റെഡിയായിരുന്നു. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് അവരെന്താണോ തന്നത് അതിന് നമ്മളപ്പോൾ ഓക്കെ ആയിരുന്നു. അത് തന്നെയാണ് നിങ്ങൾ ഇന്ന് കാണുന്നത്. തീർച്ചയായും. അതായത് പണ്ടത്തെ കാലമല്ല, ഇപ്പം വീട് വെക്കാൻ വരുന്ന ഒരാൾക്ക് ഓൾറെഡി ഒരുപാട് കൺസെപ്റ്റുകളുണ്ട്. അതൊരു ആർക്കിടെക്ചറിനോട് പറയുകയാണ്, അത് കറക്റ്റ് രീതിയിൽ ക്യാച്ച് ചെയ്യാനും അത് നമുക്ക് വേണ്ട രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാനും കഴിയുമ്പോഴാണ് നമുക്ക് പറ്റുന്നൊരു ആർക്കിടെക്റ്റായിട്ട് അവർ വരുന്നത്. ആ കാര്യത്തിൽ ഓറിക് ആർക്കി ഡിസൈൻ സ്റ്റുഡിയോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു സർവീസ് തന്നു എന്ന് വിചാരിക്കുക അല്ലേ? തീർച്ചയായും. രണ്ടുപേരും അവരുടെ സർവീസിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലൈക്ക് നമുക്ക് ഫീൽ ചെയ്ത് ഓരോ പോയിന്റിലും അവരൊരു ടച്ച് ഉണ്ടാവും. തീർച്ചയായും. അവർക്ക് ലൈക്ക് നമ്മളിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എല്ലാ കളർ കോമ്പിനേഷൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ചെറിയൊരു അപാകത അവർ ഉദ്ദേശിച്ച പോലെ വന്നിട്ടില്ലെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി അവരിങ്ങനെ ബ്രെയിൻ ഇങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ നമുക്ക് കാണാൻ പറ്റും. ലൈക്ക് ആ ഒരു ഫിനിഷിങ് എവിടെ നോക്കിയാലും കാണാൻ പറ്റും. ഇപ്പം നമ്മൾ പല ഗസ്റ്റുകളും നമുക്ക് വരുമ്പം പലരും നമ്മൾ പുകയത്തി പറയുന്നൊരു കാര്യമുണ്ട്, ഇതിൻ്റെ ഫിനിഷിങ് അപാരാണ്, ഞാൻ വീടെടുത്തിട്ട് എനിക്കിങ്ങനെ ആ ഒരു ഇത് കിട്ടിയില്ല എന്നുള്ള. അപ്പോൾ അതിൽ ഞാൻ പറയാൻ ആ ക്രെഡിറ്റ് ഡെഫിനറ്റ്ലി എനിക്ക് അവർക്ക് കൊടുത്തേ പറ്റൂ. ആഷിഖിനായാലും ഉനൈസിനായാലും എനിക്ക് കൊടുത്തേ പറ്റൂ. യെസ്. അതേപോലെ തന്നെ എടുത്തു പറയേണ്ട ഈ ഫിനിഷിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഫർണിച്ചറുകളിലേക്ക് വരികയാണെങ്കിൽ അതും ഒരു പ്രത്യേക തരം ഫർണിച്ചറുകൾ, ഒരു വല്ലാത്തൊരു ഡിസൈൻ, പുതിയൊരു മോഡേൺ സ്റ്റൈലിങ്. ഒരു ഇൻറ്റീരിയർ സാധാരണ നമ്മളൊരു വീട്ടിൽ പോവുകയാണെങ്കിൽ ഒരു നോർമൽ സോഫ ഡിസൈന് പകരം ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്ന സോഫ ഡിസൈൻ വേറൊരു വൈബാണെന്ന് പറയാം അല്ലേ? ശരിക്കും എങ്ങനെയാണ് സാർ ഈ ഫർണിച്ചറുകളൊക്കെ ചോയ്സ് ചെയ്യുന്ന ഒരു ഡിസിഷനിലേക്ക് വന്നതെന്നുള്ള കാര്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും? ഫേർണിച്ചേഴ്സിൻ്റെ കാര്യം വന്നപ്പോഴാണ് നമ്മൾ ബേസിക്കലി നമ്മൾക്ക് കുറേ ആ സമയത്ത് കുറേ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. പുറത്ത് പോയിട്ട് ദുബായിലേക്ക് പോവുക, അതുപോലെ ചൈനയിലേക്ക് പോവുക, അങ്ങനെ കുറേ ഡിസ്കഷൻ വന്നു. സത്യം പറഞ്ഞ് എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് മാത്രമാണ് അതും പറ്റാതിരുന്നത്. പക്ഷേ അത് നന്നായി എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമ്മൾ ആർക്കിടെക്ട്സ് പറഞ്ഞു, ഞാൻ വൈഫായിട്ട് ഏതാണ്ട് ഒരു 1 വീക്കോളം ഇരുന്നിട്ടുണ്ടാവും. എവറി ഡേ ഈവനിങ്സിൽ നമ്മളിങ്ങനെ ഡെയിലി ഡിസ്കഷനായിരുന്നു. ലൈക്ക് നമ്മൾ ഇവിടെ കാണുന്ന ഓരോ ഫേർണിച്ചേഴ്സും നമ്മൾ ആർക്കിടെക്ട്സ് ഡ്രോ ചെയ്താണ്. അങ്ങനെയാണ് നമുക്ക് കണ്ണൂർ ഐഡിയലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത്. നമ്മൾ ആർക്കിടെക്ട്സ് തന്നെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത്. അപ്പം ലൈക്ക് അവരോട് സംസാരിക്കുമ്പോഴും നമ്മളെ റിക്വയർമെൻ്റ് എന്താണോ എനിക്ക് എൻ്റെ ആർക്കിടെക്ട്സ് വരച്ച് തന്നത്, അതായത് ബേസിക്കലി എൻ്റെ വൈഫ് എന്താണോ ഉദ്ദേശിച്ചത് അതാണ് എനിക്ക് ആർക്കിടെക്ട്സ് വരച്ച് തന്നത്. അത് തന്നെ എനിക്ക് ആ പിക്ചറിലുള്ളത് എനിക്ക് എന്ത് ചെയ്യണം, എൻ്റെ വീട്ടിൽ കാണണം എന്നുള്ളതാണ്. അൽഹംദുലില്ലാ 100% അതുകൊണ്ട് വളരെ താങ്ക്സ് പറയണം അവരോട്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ഫസ്റ്റ് തന്നെ വന്നപ്പോൾ ഈവൻ നമ്മൾ അതിൻ്റെ ഡിസൈനിങ് ആയാലും ശരി, കളർ കോമ്പിനേഷൻ ആയാലും ശരി, നമ്മൾ എന്താണോ ഡ്രോയിങ്ങിലുണ്ടായത് അതേപോലെ കസ്റ്റമൈസ് ചെയ്തു എന്നുള്ളതാണ്. സാധാരണ നല്ല ക്വാളിറ്റിയിൽ ഫർണിച്ചർ ചെയ്യിപ്പിക്കാനേ നമുക്ക് ഒരുപാട് സമയം ഇവരാവശ്യപ്പെടുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. സാറിൻ്റെ കേസിൽ ഓൺ ടൈമിൽ ഫർണിച്ചേഴ്സൊക്കെ ഫിനിഷ് ചെയ്ത് കിട്ടിയിരുന്നോ? തീർച്ചയായും. ഫേർണിച്ചേഴ്സിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 2.5 to 3 years ആയിരുന്നു പറഞ്ഞത്. നമ്മളെ കംപ്ലീഷൻ ടൈം പക്ഷേ 2 years and 2 months നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അതെ, അതിൽ പ്ലോട്ടിൻ്റെ കൺസ്ട്രക്ഷൻ മുതൽ കംപ്ലീറ്റ് 2 years 2 months കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഫേർണിച്ചേഴ്സിലും അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 40 days ആയിരുന്നു പറഞ്ഞിരുന്നത്. അതായത് നമ്മൾ എന്നാണോ പ്ലേസ് ചെയ്തത് അന്നേരം 40 days എന്ന് പറയുന്നത്. കറക്റ്റ് 40th day ലൈക്ക് അവരുടെ വർക്ക് കഴിഞ്ഞു, നമ്മൾ പോയിട്ട് 2 തവണ ഇൻസ്പെക്റ്റ് ചെയ്തു. അതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഓൺ ടൈമായിരുന്നു, എല്ലാം ടൈമായിരുന്നു.
പൊതുവേ സാർ ഈ വീട്ടിൽ താമസിക്കുന്ന സമയത്ത്, വീട് പണി നടക്കുന്ന സമയമാണെങ്കിലും അത് കഴിഞ്ഞിട്ട് ഇവിടെ ഫാമിലി ആയിട്ട് താമസിക്കുന്ന സമയമാണെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് സാറിന് ലഭിച്ചിട്ടുള്ളത്? തീർച്ചയായും. അത് നിങ്ങൾക്ക് ഇവിടുത്തെ ആ ഒരു എൻവയൺമെൻറ്റ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവല്ലോ, ക്വയറ്റ് കാം ഏരിയ. ഈ ഒരു ലൈക്ക് ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ അന്വേഷിച്ചു അവസാനമാണ് എന്ത് ചെയ്യുന്നത്, ഇതുപോലെ നമ്മളെ ഒരു ഡ്രീം അതായിരുന്നു. ലൈക്ക് അധിക വാഹനങ്ങളൊന്നും ഇല്ലാതെ, അതേ സ്ഥാനത്ത് ടൗണിൽ നിന്ന് അധികം വിട്ടുപോകാനും പാടില്ല. അപ്പം ആ ഒരു എൻവയൺമെൻറ്റ് ഇപ്പോൾ നമ്മൾ ലാൻഡ്സ്കേപ്പൊക്കെ അതിന് വേണ്ടിയായിട്ട് ഡിസൈൻ ചെയ്തതാണ്. നമുക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്കൊരു ഫ്രഷ് ഒരു മൂഡ് എലിവേഷൻ അല്ലെങ്കിൽ ഒരു വൈബ് കിട്ടണം, അതായത് ആ ഒരു ഫീലിംഗ് കിട്ടണം എന്നുള്ള തീർച്ചയായും എന്തുകൊണ്ട് ഹാപ്പിയാണെന്ന് പറയാം. തീർച്ചയായും സാറിനും ഫാമിലിക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. ഇങ്ങനെ വീഡിയോ എടുക്കാനുള്ള ഒരു അവസരം തന്നതിന് വളരെയധികം താങ്ക് യു സോ മച്ച് സാർ. സോ ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഇന്ന് നമ്മൾ കണ്ടിരിക്കുന്ന വീട് ചെയ്തിരിക്കുന്നത് കോഴിക്കോട് നിന്നുള്ള ആർക്കിടെക്റ്റാണ്. ഓറിക് ആർക്കി സ്റ്റുഡിയോ എന്നാണ് അവരുടെ സ്ഥാപനത്തിൻ്റെ പേര്. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ആവശ്യമുള്ള ആളുകൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. ഓഫീസ് അഡ്രസ്സ്, അവരെക്കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻസ്, ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്ക്, ഇതൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നിന്ന് കാണാൻ സാധിക്കും. നിങ്ങളുടെ വീട് ഇതേപോലെ അടിപൊളിയായിട്ട് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോയിൻമെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ നമ്പറിൽ ബന്ധപ്പെടാം. ഇവിടെ ഇൻറ്റീരിയർ വർക്കിൻ്റെയോടൊപ്പം തന്നെയുള്ള ഫർണിച്ചർ വർക്കുകൾ, നല്ല ഭംഗിയുള്ള ഫർണിച്ചേഴ്സാണ് ഇവിടെ നൽകിയിട്ടുള്ളതെന്നുള്ള കാര്യം നമ്മൾ കണ്ടു. വീഡിയോയിൽ നമ്മളത് വിശദമായിട്ട് പറയുകയും ചെയ്തു. ഐഡിയൽ ഹോമാണ് ഫർണിച്ചേഴ്സ് സപ്ലൈ ചെയ്തിട്ടുള്ളത്. അവരുടെ കോൺടാക്റ്റ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കാണാവുന്നതാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക. ഇതേപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു വീടുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.